മേക്കിംഗ്, ആക്ടിങ്, ഋഷഭ് ഷെട്ടി എന്ത് ഒന്നും അടിപൊളി ആക്ടിംഗ് വൈസ്. എന്റെ ദൈവം ഇത്തവണ നാഷണൽ അവാർഡ് ഉറപ്പാക്കും. മേക്കിംഗ് ആയാലും ഒട്ടും ഓവറാക്കാതെ ഇത്ര അടിപൊളിയായിട്ട്. ഗ്രാഫിക്സ്, VFX, ഇന്ത്യൻ സിനിമയിലെ ബെസ്റ്റ് കിഡിലൻ മൂവി. മസ്റ്റ് ഇരുവാശം കൂടുതലൊന്നും പറയില്ല. രോമാഞ്ചം ക്ലൈമാക്സ്. ആ പാട്ട് കണ്ടപ്പോ എന്റെ രോമാഞ്ചാസ് നമ്മൾ തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന ഒരു അവസ്ഥ, കൈയടിയോടെ കിടിലം പടമായിട്ട് നമ്മളെ അംഗീകരിച്ചിരിക്കുകയാണ്. വേറെ ലെവല് പടം, വേറെ ലെവല് പടം. കാന്തര വണ്ണി താണ്ടി കാന്തര 2 വേറെ ലെവല്, മൊത്തത്തിൽ വേറെ ലെവല് പടം. ചില സീൻസ് പറയുമ്പോൾ ഇവിടെ കിടിലുണ്ട്. ഇവിടെ ഒരു വിഷ്വൽ ട്രീറ്റ് കാണണമെങ്കിൽ ഇവിടെ പറഞ്ഞു എന്ന് വെച്ചാല് നമ്മള് ഒരു ആദ്യത്തെ ഒരു ഭാഗത്തിന്റെ ഒരു 100 ഇരട്ടി ഇന്നത് മുടങ്ങിയിട്ടുണ്ട്. അത്രയാണ് വിഷ്വൽ ട്രീറ്റ്. ഇത് OTT കാണരുത്, ഇത് മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. അടിപൊളിയായിട്ട് ജയറാമൊക്കെ കലക്കിയിട്ടുണ്ട്. പടം വേറെ സീന വെച്ചാണ്, വേറെ ലെവൽ സാധനം പടം. എല്ലാരും കാണാം. എല്ലാ കാര്യത്തിലും വെച്ച് വേറെ ലെവൽ സാധനം. ഇത് ഒരു നാഷണൽ അവാർഡല്ല, ഓസ്കാർ ഉണ്ടെങ്കിൽ അത് കാരണം അത്രയും കിഡില അഭിനയായിരുന്നു ഋഷഭ്. പറഞ്ഞില്ല, ഞാൻ വേറെ ലോകത്തായിരുന്നു ഈ പറഞ്ഞത്. ഈ അവസാനം ഒരു 30 മിനിറ്റ് നമ്മളെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകാണ് ഈ പുള്ളി. നമുക്ക് ഈ ഒരു സിനിമ, ഇതിന്റെ മേക്കിംഗ്, VFX, ഈ പുള്ളിയുടെ പെർഫോമൻസിന്റെ മുമ്പിൽ നമ്മളവിടെ ഇരുന്നു. ഒരു രക്ഷയില്ല. എന്റെ പൊന്നു, വേറെ ഫാസ്റ്റസ്റ്റ് 1000 CR ആണ് വരാൻ പോകുന്നത്.